ഹലോ ഗൈസ്, ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് തിരുവനന്തപുരം എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞൊരു വീഡിയോ ആണ്. ഗൈസ്, നമ്മൾ തിരുവനന്തപുരത്തിന്റെ കുറച്ച് സ്ഥലങ്ങൾ ട്രാവൽ ചെയ്യുകയും ഫുഡ് കഴിക്കുകയും ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ രാവിലെ തന്നെ നമ്മുടെ ഇക്കാട കടയിൽ നിന്നൊരു പാളയത്തുള്ള ഇക്കാട കട ബാക്കിലുള്ള ഇക്കാട കടയിൽ നിന്നൊരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നതായിരുന്നു. പക്ഷെ ഇക്ക ഇന്ന് കട തുറന്നില്ല. അപ്പം നമ്മൾ മറ്റൊരു കട കിട്ടി, ഒരു ചേച്ചിയുടെ ആൻറ്റിയുടെ കട. അപ്പോൾ അവിടെ നിന്നൊരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ അവിടെ നിന്നൊരു മുന്തിരിയല്ല, ഈത്തപ്പഴം ജ്യൂസാണ് കുടിച്ചത്. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്, കസ്കസൊക്കെ ഇട്ട് സൂപ്പർ സാധനം. ഗൈസ്, നമ്മുടെ ആദ്യത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കനകക്കുന്നുള്ള അക്വേറിയം കാണാൻ പോകുന്നതാണ്. അപ്പം നമുക്ക് അവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്കായിട്ട് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് നമ്മുടെ കനകക്കുന്നുള്ള അക്വേറിയത്തിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഗൈസ്, അക്വേറിയത്തിൻ്റെ കുറേ വിഷ്വൽസ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ട്, അപ്പോൾ ഇത് രണ്ടെണ്ണേ ഉള്ളൂ. ഗൈസ്, നമ്മുടെ കനകക്കുന്നിൽ അടുത്തത് പോകാൻ പറ്റിയൊരു സാധനമാണ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം എന്ന് പറയുന്നത്. അവിടെ സെറ്റാണ് പല ടൈപ്പ് ഓഫ് ഇതുപോലത്തെ ഇമേജസ്, ശില്പങ്ങൾ, പല ടൈപ്പ് ഓഫ് സാധനങ്ങൾ, പിന്നെ പല ടൈപ്പ് ഓഫ് സാധനങ്ങളും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആനിമൽസിൻ്റെയും അവരുടെ ഡെത്തായിട്ടുള്ള പല സാധനങ്ങളും, പല ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും, പല സാധനങ്ങളും നമുക്കതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെ അവരുടെ ഡീറ്റെയിൽസുകൾ, പണ്ടത്തെ വംശനാശം വന്ന ജീവികൾ, ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. പിന്നെ അതുപോലത്തെ പല സാധനങ്ങളും നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാനത് കാണിച്ചു തരാം. അവിടെ പോയിട്ട് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യും.
ഗൈസ് നമ്മുടെ അടുത്ത സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഫേമസ് പാരഗൺ റെസ്റ്റോറൻറ്റിലെ ബീഫ് ബിരിയാണിയാണ്. അതായത് ഇന്ത്യ തന്നെ ഫേമസ് ബിരിയാണിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ ബിരിയാണി ഒന്ന് കഴിച്ചിട്ട് അത് ലോകത്തിൽ തന്നെ 11ാമത്തെ മെയിൻ സ്പോട്ടിൽ ഒന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ അവിടുന്ന് ബിരിയാണി കഴിച്ചിട്ട് നമുക്ക് നോക്കാം. ഇവിടുത്തെ ഒരു ആംബിയൻസ് ഇങ്ങനെയാണ്, നല്ല തിരക്കുണ്ട്. പിന്നെ അവരുടെ മെനുവിൽ അവരുടെ സ്റ്റാർട്ടിങ് ഇമേജ് എങ്ങനെ തുടങ്ങിയെന്ന് ഇവിടെ ഭയങ്കര ആളാണ്. ഞാനൊരു ഹാഫ് ചിക്കൻ ബിരിയാണി മേടിച്ചു. ഹാഫ് ചിക്കൻ ബിരിയാണിക്ക് 200 രൂപയാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്യാം. വെറൈറ്റി ഒരു ടേസ്റ്റ് ഉണ്ട്, പക്ഷെ റൈസിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവാണ്. 200 രൂപയ്ക്ക് ഒരു ചിക്കൻ കുറച്ച് വലിപ്പമുണ്ട് കേട്ടോ. ചിക്കൻ കുറച്ച് വലിപ്പമുള്ളതാനാവും, പക്ഷെ റൈസ് ഭയങ്കര കുറവാണ്. ഇതാണ് നമ്മുടെ പാരഗണിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഗൈസ് ബിരിയാണി ഉണ്ടല്ലോ, ഞങ്ങൾ അവിടെ അവൽ മിൽക്കിൻ്റെ ഷോപ്പുണ്ട്, അതായത് കഴക്കൂട്ടത്ത് അവൽ മിൽക്കിൻ്റെ ഷോപ്പുണ്ട്. അതേ ബിരിയാണി 110 രൂപയുടെ അതേ ബിരിയാണി ഇവർ 210 രൂപയ്ക്ക് വിൽക്കുന്നു. അത് ലക്ഷറി ആയിട്ട്. അതാണ് നോർമൽ. ഞാൻ കോഴിക്കോട് റഹ്മത്ത് ബിരിയാണി കഴിച്ചു. ആ റഹ്മത്ത് ബിരിയാണിയെക്കാട്ടിലും ലോക്കൽ ബിരിയാണി, റഹ്മത്ത് ബിരിയാണി ഒരു വെറൈറ്റി ബിരിയാണി ആയിരുന്നു. അത് കുറച്ച് നല്ല നെയ്യൊക്കെ ഇട്ട് നമ്മൾ നെയ്യൊക്കെ ഒഴിച്ച് നല്ല കടക്കം ബിരിയാണി. ഇത് നോർമൽ 110 രൂപയുടെ അൺലിമിറ്റഡ് ബിരിയാണി. ഗൈസ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് വേളി വില്ലേജ് ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകൾ കാണാം. ഗൈസ് ഇവിടെ ടിക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 20 രൂപ. പിന്നെ പാർക്കിംഗ് ഫീസ് 2 വീലർ ആണെങ്കിൽ 10 രൂപ, പിന്നെ 4 വീലർ ആണെങ്കിൽ 20 രൂപയായിരിക്കും. ഇവിടെ മറ്റൊരു സ്ഥലം നമുക്ക് ഇതിങ്ങനെ അപ്പുറത്ത് പോകുന്ന സാധനമാണ് ഗൈസ്. പക്ഷേ ഈ വീഡിയോ ഇത് കുറച്ച് ടൈറ്റുള്ള സാധനമാണ്. അവിടെ ടൈറ്റിൽ കൊള്ളാമല്ലേ, നല്ല. പക്ഷേ ഇത് നല്ലൊരു ബീച്ചാണ്. അവിടെ മറ്റൊരു എയറോപ്ലെയിൻ കാണാൻ പറ്റുന്നു, നമുക്കത് കണ്ടിട്ട് വരാം. പക്ഷേ മറ്റേ ട്രെയിൻ ഇവിടെ കാണുന്നില്ല, ഒരു ടോയ് ട്രെയിൻ. അത് എനിക്ക് തോന്നുന്നത് 10 രൂപയും 10 രൂപ അല്ല 50 രൂപയും. പിന്നെ പിള്ളേർക്കാണെങ്കിൽ 20 രൂപ. ഇത് കാണാൻ കാണിച്ചു തരാം. ഇത് നല്ലൊരു വ്യൂ ആണ്, വടക്കൻ വ്യൂ, ഒരു രക്ഷയില്ല. സെറ്റല്ലേ? അവിടെ നമുക്കൊരു നമ്മൾ ശരിക്കും ഇത് മണ്ണിൻ്റെ പുറത്താണ് നിർത്തിയിരിക്കുന്നത്. കൊള്ളാല്ലേ വീട്. ഇവിടെയും മറ്റൊരു സാധനം കാണും. ഇത് ഒടിഞ്ഞു വീഴാനുള്ള സമയമായി. ഇത് വിട്ടില്ലെങ്കിൽ തെറിച്ച് നെഞ്ചത്ത് കയറും. ഹെലികോപ്റ്റർ അല്ല, ഇവിടെ ഒരു ജെറ്റ് കാണാൻ പറ്റുന്നു. വലിയൊരു ജെറ്റാണ് കേട്ടോ. ഇത് ഒറിജിനലാണ് അല്ല, ഇത് മിനിയേച്ചർ സാധനമാണ്. അല്ല, ഇത് ഒറിജിനലാണെന്നാണ് തോന്നുന്നത്. ഇത് 2009 എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കട്ടെ, ഒന്ന് വായിച്ചു നോക്കട്ടെ. കൊള്ളാൻ തോന്നുന്നു കേട്ടോ. നല്ല ലുക്കുണ്ട്. കൊള്ളാല്ലേ? ഇതിന്റെ ഫുള്ള് വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇത് പടക്കം വ്യൂ ആ, ഒരു രക്ഷയില്ല. ഒരു പയ്യനോടെ എത്തിക്കുത്തി നോക്കുന്നു. അവിടെ കയറാൻ പറ്റുന്നുണ്ടോ? വ്യൂ സെറ്റാണ് ഗൈസ്. ഈ അതായത് ആലപ്പുഴ തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടം മോഡൽ കടലുണ്ട്, പക്ഷെ കഴിക്കാൻ മീനില്ല. ഇവിടെ മത്തി, തേയില, ചൂര സാധനങ്ങളൊക്കെ. പക്ഷെ നമ്മുടെ നാട്ടിൽ, അത് ആലപ്പുഴ ജില്ലയിൽ കടൽ കുറവാണ്, പക്ഷെ മീനുണ്ട്. ഇഷ്ടംപോലെ കടലുണ്ട് ഇവിടെ, പക്ഷെ മീനില്ല. മീനില്ലെന്നല്ല, നമ്മൾ നോർമൽ കാണാൻ വിടുന്ന നമ്മുടെ നാട്ടിൽ കുറെ വേറെ ഇഷ്ടംപോലെ ടൈപ്പ് മീൻ. അതായത് ഇവിടെ അതായത് തിരുവനന്തപുരത്ത് നമുക്ക് കാണുന്നത് മത്തിയും അയിലയും ചൂരയും മാത്രമേ ഇവിടെ കിട്ടുന്നുള്ളൂ. വേറെ വെറൈറ്റി മീനൊന്നും ഇവിടെ കിട്ടുന്നില്ല.
ഗൈസ് നമുക്കിവിടെ കായലും കടലും ചേരുന്ന ഒരു കാഴ്ച. അതായത് കായൽ ഇവിടെ ചേരുന്നൊന്നുമില്ല, പക്ഷെ കായൽ ഇവിടെ, അപ്പുറത്ത് കടല്, അങ്ങനത്തെ ഒരു കാഴ്ച നമുക്ക് ഈ വേളി തീരത്ത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ എല്ലാ ഇവിടെയും ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് ഈ ബീച്ചിൽ കയറുന്നതിൽ ക്യാഷ് കൊടുക്കണം, 20 രൂപ കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ കയറാൻ പറ്റൂ. ഗായ്സ്, ഇവിടെ ടണലിൽ കൂടെ പോകുന്ന, അതായത് ഈ ഇവിടെ വേളിയിൽ ചെറിയ ട്രെയിൻ പോലെ, നമ്മൾ ഊട്ടിയിലൊക്കെ ഉള്ള ട്രെയിൻ പോലെ ഇല്ലേ, അതേപോലൊരു സെറ്റപ്പ് ഇവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ ട്രെയിൻ ഒന്നും കാണുന്നില്ല, പക്ഷെ ട്രെയിൻ പാളം മാത്രമുണ്ട്. എന്താ ഇവിടെ ഇല്ലാത്തെന്നറിയത്തില്ല. ഉണ്ടോ, അടിക്കൂടെ ഒക്കെ സംഭവമൊക്കെ ഉണ്ട്, പക്ഷെ ട്രെയിൻ മാത്രം ഇല്ല. നമ്മളങ്ങനെ അവസാനം ആ ട്രെയിനെ കണ്ടുമുട്ടിയിരിക്കുന്നു. പക്ഷേ ഈ ട്രെയിൻ ഇവിടെ അനങ്ങുന്നില്ല. എന്തുകൊണ്ട് അനങ്ങുന്നില്ല എന്ന് ചോദിക്കാൻ നമുക്കൊന്ന് പോകാം. ഞാൻ ചോദിക്കുന്നില്ല, കാരണം ഈ ട്രെയിൻ എടുക്കുന്നില്ല. ഇത്രയും പേരുണ്ടായിട്ടും ഈ ട്രെയിൻ ഇവിടുന്ന് എടുക്കുന്നില്ലല്ലോ. അപ്പൊ ഇത് പോകുന്നില്ലായിരിക്കും. ഇതിനകത്ത് കുറച്ച് നാമകളും സാധനങ്ങളും ഉണ്ട്, സിലോപ്പിയുണ്ട്. ഇവിടെ ഗൗരാമിയെ നമുക്ക് കാണാൻ പറ്റും. ഗൗരാമി അങ്ങനെ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്ന ടൈപ്പ് ട്രെയിനില്ലേ, ആ ടൈപ്പ് ട്രെയിൻ. കയറിയിട്ട് മുകളിൽ വന്നത് എന്തൊക്കെ ഉണ്ടോ, കുളത്തിലൊന്നും കയറുന്നുണ്ടെന്നാണ് ഞാനൊക്കെ മണ്ടയ്ക്ക് കയറി. ഇവിടുത്തെ മെയിൻ സാധനം നമ്മുടെ ശംഖ് ദാ കണ്ടോ നിങ്ങൾ? ഗൈസ്, വേളിയുടെ മെയിൻ അട്രാക്ഷൻ, അത് വേളിയിലെ വില്ലേജിൻ്റെ അവിടുത്തെ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ നമ്മുടെ ഈ ശംഖാണ്. സൂം ചെയ്ത് കാണിക്കാം, കണ്ടോ? ഇതാണ് ഇവിടുത്തെ മെയിൻ ശംഖ്. നമ്മുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട് വ്യൂ ഒന്ന് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ. എല്ലാവരും വരികയാണെങ്കിൽ നമ്മൾ അവിടുന്ന്, അതായത് വേലിയിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് നമ്മൾ ഈ റോഡ് അങ്ങോട്ട് പോകുന്നത്. ഇപ്പോൾ റൈറ്റ്, അത് തെറ്റിപ്പോയി, റൈറ്റിലോട്ടാണ് പോകുന്നത്. നമ്മളവിടുന്ന് ലെഫ്റ്റിലോട്ട് പിടിക്കുകയാണെങ്കിൽ, കുറച്ചിങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഈ സാധനം കാണാൻ പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിസുന്ദരമായി പടർന്നു കിടക്കുന്ന കുളങ്ങൾ, ചെറിയ ചെറിയ കുളങ്ങളുണ്ട് ഇവിടെ, കണ്ടില്ലേ? ചെറിയ ചെറിയ കുളങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതൊരു യമണ്ടൻ വ്യൂ ആണ്. നമുക്ക് ചെറിയ തണുപ്പുണ്ട് ഇവിടെ. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ സെറ്റ് വ്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഒരുത്തന്മാരാണ് ഈ ഇത് എടുത്തോണ്ട് പോകാൻ പറ്റുമെന്നുണ്ടോ ചെക്ക് ചെയ്യാം. ഗൈസ്, നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് വെട്ടുകാട് പള്ളിയാണ്. അതും കാണിച്ചു നമ്മുടെ ഇന്നത്തെ ഈ വ്ളോഗ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും.